ട്രയാങ്കിൾസിൽ എക്സസൈസ് 6.5 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 11 ക്വസ്റ്റ്യൻ വരെ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 12th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ 12th ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. 2 പോൾസ് ഓഫ് ഹൈറ്റ് 6 മീറ്റർ ആൻഡ് 11 മീറ്റർ. അതായത് 2 പോൾസ് എ ബിയും സി ഡി എന്നുള്ള 2 പോൾസ്, ഒന്ന് 11 മീറ്ററും ഒന്ന് 6 മീറ്ററും. സ്റ്റാൻഡ്സ് ഓൺ എ പ്ലെയിൻ ഗ്രൗണ്ട്. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫീറ്റ് ഓഫ് ദ പോൾസ് ഈസ് 12 മീറ്റർ. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 12 മീറ്റർ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്സ്. അപ്പൊ 2 പോളിന്റെ ടോപ്പിന്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടി ഇവിടെ ടോപ്പിന്റെ ഡിസ്റ്റൻസ്, അതായത് 2 പോളിന്റെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് മാത്രം നമുക്ക് തന്നിട്ടുണ്ട് 12 മീറ്റർ. ഈ ടോപ്പിന്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ എ സി. ആദ്യം എ സി ജോയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഡ്രോ സിഇ പെർപെൻഡിക്കുലർ ടു എ ബി. എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് സി വരഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. 90 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ എ സി ഇ എന്നുള്ളത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയി. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പൈതോറസ് തിയറം. നമുക്ക് ഇവിടെ ഹൈപ്പോടെന്യൂസ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൈതോറസ് തിയറം ഉപയോഗിക്കാം. എ സി സ്ക്വയർ ഈക്വൽ ടു സി ഇ സ്ക്വയർ പ്ലസ് എ ഇ സ്ക്വയർ. അതാണ് നമുക്ക് എ സി സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? എ സി സ്ക്വയർ ഈക്വൽ ടു സി ഇ സ്ക്വയർ പ്ലസ് എ ഇ സ്ക്വയർ in triangle ACE. ACയിൽ നമ്മൾ എന്ത് ചെയ്ത്? എ സി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, പൈതോറസ് തിയറം. പൈതോറസ് തിയറം യൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ സി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി നമുക്ക് അറിയില്ല സിഇ എന്താന്നുള്ളത് അറിയില്ല. സിഇ എന്നുള്ളത്, അതായത് ഡി ബി 12 മീറ്റർ ആണെങ്കിൽ സിയും എന്തായിരിക്കും? 12 മീറ്റർ ആയിരിക്കും. രണ്ടും നമുക്കിതിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണ്. അതുപോലെ ഇതൊരു റെക്ടാംഗിൾ മാതിരി എടുക്കുകയാണെങ്കിൽ നമ്മൾ സി ഈക്വൽ ടു 12. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഡി ബി ഈക്വൽ ടു സിഇ ഈക്വൽ ടു 12 മീറ്റർ. ഇനി നമുക്ക് എന്ത് കിട്ടണം? എ ഇ കിട്ടണം. എ ഇ എന്ന് പറയുന്നത് ഇവിടെ മൊത്തം എ ബിയിൽ നിന്ന് ഇ ബി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ. അതായത് എ ബി എന്നുള്ള മൊത്തം ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഇത്രയും ഭാഗം നമ്മൾ മൈനസ് ചെയ്യുന്നു. ഇത്രയിൽ നിന്ന് ഈ ഭാഗം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എ എന്നുള്ളത് കിട്ടി. അപ്പോ എ ഇ കിട്ടാൻ വേണ്ടി എ ബിയിൽ നിന്ന് ബി ഇ മൈനസ് ചെയ്യാം. ബി ഇ എന്ന് പറയുന്നത് ഇവിടെ സി ഡി 6 മീറ്റർ ആയതുകൊണ്ട് ബി ഇയും 6 മീറ്റർ ആണ്. സി ഡി ഈക്വൽ ടു ബി ഇ ഈക്വൽ ടു 6 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ ഇ എന്ന് പറയുന്നത് ഇവിടെ 11 മൈനസ് 6 ഈക്വൽ ടു 5. അപ്പൊ നമുക്ക് രണ്ടും കിട്ടി. സി സ്ക്വയർ, സി എന്താന്നുള്ളത് കിട്ടി, എ ഇ എന്താന്നുള്ളതും കിട്ടി. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ സി സ്ക്വയർ. എ സി സ്ക്വയർ ഈക്വൽ ടു സി നമ്മൾ കണ്ടുപിടിച്ചു. സി എന്ന് പറയുന്നത് 12 തന്നെ. 12 സ്ക്വയർ പ്ലസ് എ ഇ എന്ന് പറയുന്നത് 5 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 144 പ്ലസ് 25 ഈസ് ഈക്വൽ ടു 169. എ സി സ്ക്വയർ ആണ് 169. അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറയുന്നത് 13 മീറ്റർ ആണ്. അതിന്റെ ടോപ്പിന്റെ ഡിസ്റ്റൻസ്, 2 പോൾസിന്റെ ടോപ്പിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 13 മീറ്റർ. ക്വസ്റ്റ്യൻ. ഡി ആൻഡ് ഇ ആർ പോയിന്റ്സ് ഓൺ സൈഡ്സ് സി എ സി ബി റെസ്പെക്റ്റീവ്ലി ഓഫ് ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾ ടച്ച് സി. ഒരു റൈറ്റ് ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ടച്ച് സി ആണ്. അതില് എ സിയിലുള്ള ഒരു പോയിന്റ് ആണ് ഡി, അതുപോലെ ബി സിയിലുള്ള ഒരു പോയിന്റ് ആണ് ഇ. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. പ്രൂവ് ദാറ്റ് എ ഇ സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. അപ്പോൾ എ ബി സി നമ്മൾ ഇതിന്റെ ഫിഗർ വരയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് എ സിയിലുള്ള ഒരു പോയിന്റ് ആണ് ഡി, ബി സിയിലുള്ള ഒരു പോയിന്റ് ആണ് ഇ. എ ബി ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ടച്ച് സി ആണ്. അപ്പൊ ഇവിടെ പേര് സി എന്ന് കൊടുക്കുക. അതുപോലെ എ ബി. പിന്നെ ഡി ആൻഡ് ഇ ആർ പോയിന്റ്സ് ഓൺ സൈഡ്സ് എ സി അതുപോലെ ബി സി. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ഇ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മളിവിടെ ജോയിൻ ചെയ്യാം. എ ഇ എന്നുള്ളത് ജോയിൻ ചെയ്യാം. അതുപോലെ ബി ഡി സ്ക്വയർ വേണം. അപ്പൊ ബി ഡി ജോയിൻ ചെയ്യാം. പിന്നെ എന്ത് വേണം? ഡി, അതായത് ഡി ഇ വേണം. അപ്പൊ ഈ ഡി ഇ എന്നുള്ളത് ജോയിൻ ചെയ്യാം. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് അതെല്ലാം അതിൽ. എ ബി ആദ്യം ഉണ്ട്, പിന്നെ ഡി ഇ വേണം. അപ്പൊ ഡി ഇ ജോയിൻ ചെയ്തു. അതുപോലെ എ ഇ വേണം. അപ്പോൾ നമ്മൾ എ ഇ എന്നുള്ളത് ജോയിൻ ചെയ്തു. അതുപോലെ ബി ഡി ജോയിൻ ചെയ്തു. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. എ ഇ സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഗിവൺ എന്താന്നുള്ളത് എഴുതാം. ഗിവൺ എ ബി സി
റൈറ്റ് ആംഗിൾ ദറ്റ് സി. ട്രയാങ്കിൾ ABC റൈറ്റ് ആംഗിൾ ദറ്റ് സി. പിന്നെ ഡി ആൻഡ് ഇ ആർ പോയിന്റ്സ് ഓൺ സൈഡ്സ്. അതേപോലെ എഴുതുക, ഡി ആൻഡ് ഇ ആർ പോയിന്റ്സ് ഓൺ സൈഡ്സ് CA ആൻഡ് CB റെസ്പെക്റ്റീവ്ലി. ഇത്രയും കാര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ടു പ്രൂവ്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് AE സ്ക്വയർ പ്ലസ് BD സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് DE സ്ക്വയർ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് AE സ്ക്വയർ ആണ് വേണ്ടത്. AE സ്ക്വയർ എന്ന് പറയുന്നത് ഇത് കണ്ടി, ACE എന്നുള്ള ട്രയാങ്കിളിലാണ് നമുക്ക് എന്ത് വരിക? AE സ്ക്വയർ. അപ്പൊ ആദ്യം നമ്മൾ പ്രൂഫിൽ ഇൻ ട്രയാങ്കിൾ ACE എന്നുള്ള ട്രയാങ്കിളില് പൈതഗോറസ് തിയറം AE സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ പ്ലസ് CE സ്ക്വയർ എന്ന് എഴുതി. ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. അതായത് AE സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ പ്ലസ് CE സ്ക്വയർ എന്ന് കൊടുത്തു. അത് നമുക്ക് ഇക്വേഷൻ 1. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? DB, അതായത് BD സ്ക്വയർ ആണ്. അപ്പൊ ഈ BD സ്ക്വയർ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ട്രയാങ്കിൾ എടുക്കണം? DBC എന്നുള്ള ട്രയാങ്കിൾ എടുക്കണം. ഇൻ ട്രയാങ്കിൾ DBC നമുക്ക് എങ്ങനെ പറയാം? പൈതഗോറസ് തിയറം DB, അതായത് BD സ്ക്വയർ ഈക്വൽ ടു CD സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് എഴുതി. അതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇത് രണ്ടും, അതായത് ഇവിടെ നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. AE സ്ക്വയർ പ്ലസ് BD സ്ക്വയർ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഇക്വേഷൻ 1 പ്ലസ് 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? AE സ്ക്വയർ പ്ലസ് BD സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ പ്ലസ് CE സ്ക്വയർ പ്ലസ് CD സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തു. ഇതും ആഡ് ചെയ്തു. അതുപോലെ ഇപ്പുറത്തെ സൈഡ് അതേപോലെ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യാം. AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് CE സ്ക്വയർ പ്ലസ് CD സ്ക്വയർ എന്നാക്കി. അപ്പൊ ഇവിടെ നമുക്ക് AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്താണെന്നുള്ളത് നോക്കാം. AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് പറയുന്നത് AB സ്ക്വയർ ആണ്. ഇത് നമുക്ക് AB സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ CE സ്ക്വയർ പ്ലസ് CD സ്ക്വയർ, CE സ്ക്വയർ പ്ലസ് CD സ്ക്വയർ എന്ന് പറയുന്നത് DE സ്ക്വയർ ആണ്. അവിടെ നമ്മൾ എഴുതണം ബൈ പൈതഗോറസ് തിയറം. ബ്രാക്കറ്റിൽ അതിന്റെ റീസൺ എഴുതുക. ഒന്നുമില്ലെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾ നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ട് കാണിക്കുക. DCEയിൽ DE സ്ക്വയർ ഈക്വൽ ടു DC സ്ക്വയർ പ്ലസ് CE സ്ക്വയർ ആണ്. അതുപോലെ വലിയ ട്രയാങ്കിൾ ABCയിൽ AB സ്ക്വയർ എന്ന് പറയുന്നത് AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണ്. AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് പറയുന്നത് AB സ്ക്വയർ ആയി. അതുപോലെ CE സ്ക്വയർ പ്ലസ് CD സ്ക്വയർ എന്ന് പറയുന്നത് DE സ്ക്വയർ ആയി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ AE സ്ക്വയർ പ്ലസ് BD സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് DE സ്ക്വയർ. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. The perpendicular from A on side BC of triangle ABC intersect BC at D such that DB equal to 3CD. Prove that 2AB square equal to 2AC square plus BC square. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. AD perpendicular to BC ഇത് given AD perpendicular to BC, അതുപോലെ DB equal to 3CD, അതായത് DB 3 പാർട്ടും CD 1 പാർട്ടും. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. BC എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ BC എന്ന് പറയുന്നത് 1 + 3 4 വരും. BC എന്നുള്ളത് 4 വരും. ഇനി ഇവിടെ നമ്മൾ ഇൻ ട്രയാങ്കിൾ ADB നമുക്ക് എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ഗിവൺ നമ്മൾ എഴുതി. ടു പ്രൂവ് 2AB സ്ക്വയർ ഈക്വൽ ടു 2AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി പ്രൂഫില് ഇൻ ട്രയാങ്കിൾ നമുക്ക് ആദ്യം ADB എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഇൻ ട്രയാങ്കിൾ ADB ഇവിടെ രണ്ട് ട്രയാങ്കിളും റൈറ്റ് ആംഗിൾ ആണ്, കാരണം AD പെർപെൻഡിക്കുലർ ടു BC ആണ്. ഇൻ ട്രയാങ്കിൾ ADBയിൽ നമുക്ക് എന്ത് പറയാം? AB സ്ക്വയർ. നമുക്ക് അതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ AB സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് DB സ്ക്വയർ എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ADC എടുക്കും. ഈ ട്രയാങ്കിൾ ADCയിൽ നമുക്ക് അതായത് AD സ്ക്വയർ ആണ് കിട്ടേണ്ടത്. AC സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? CD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ. CD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് AD സ്ക്വയർ എന്ന് പറയുന്നത് AC സ്ക്വയർ മൈനസ് CD സ്ക്വയർ ആണ്. അപ്പൊ അതാണ് നമ്മൾ എഴുതുന്നത് ഇൻ ട്രയാങ്കിൾ ADC. ഈ ട്രയാങ്കിളിൽ നമ്മൾ എന്ത് എഴുതി? AD സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ മൈനസ് CD സ്ക്വയർ.
അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് AB² ഈക്വൽ ടു ADന്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, AC² മൈനസ് CD² പ്ലസ് DB² എന്ന് കൊടുത്തു. അപ്പോൾ ഇത് AD എന്നുള്ളത് മാറ്റി AC² മൈനസ് CD² ചെയ്തു. ഇത്രയും നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമുക്കിവിടെ AB² AC², CD യും DB യും ഇല്ല. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ CD യും DB യും ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് CD എന്ന് പറയുന്നത്, അതായത് CD ബൈ BC. CD എന്ന് പറയുന്നത് 1 പാർട്ടാണ്, BC എന്ന് പറയുന്നത് 4. അപ്പൊ CD ബൈ BC എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, 1/4. അപ്പൊ ഇവിടെ CD എന്ന് പറയുന്നത് 1/4 BC. അതുപോലെ BD, അതായത് DB ബൈ BC ഈക്വൽ ടു 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ DB എന്ന് പറയുന്നത് 3/4 BC ആണ്. ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ അത് ഇവിടെ സൈഡിൽ എഴുതണം എങ്ങനെയാണ് ഇത് നമുക്ക് കിട്ടിയത് എന്നുള്ളത്. CD ബൈ BC ഈക്വൽ ടു 1/4, CD ഈക്വൽ ടു 1/4 BC. അതായത് CD 1 പാർട്ടും BD 3 പാർട്ടും ആണത്. BC എന്ന് പറയുന്നത് രണ്ടിന്റെയും കൂടി CD പ്ലസ് BD ആണ് BC. അപ്പോൾ നമുക്ക് 4 ആയി. അപ്പൊ CD ബൈ BC എന്ന് പറയുന്നത് 1/4 ആണ്, CD എന്ന് പറയുന്നത് 1/4 BC. അതുപോലെ DB ബൈ BC ഈക്വൽ ടു 3/4, DB ഈക്വൽ ടു 3/4 BC. ഇത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഷോർട്ട് ആക്കി കൊണ്ടുവരികയുണ്ട്. AC² മൈനസ് ഇവിടെ CD എന്ന് പറയുന്നത് 1/4 BC ഹോൾ സ്ക്വയർ പ്ലസ് DB² എന്ന് പറയുന്നത് 3/4 BC. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, AC² മൈനസ് 1/16 BC² പ്ലസ് 9/30, 9/16 BC² എന്ന് കിട്ടി. ഇവിടെ മൈനസ് 1/16 BC² പ്ലസ് 9/16 BC² കൂടി എന്തായി, AC². ഇത് മൈനസ് ചെയ്യാം, 9 1 പോയി കഴിഞ്ഞാൽ 8/16 BC² എന്ന് കിട്ടി. 8/16 BC² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. അതായത് AB² ഈക്വൽ ടു AC² പ്ലസ് 1/2 BC² എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യുക, LCM ഈ 2 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. അതായത് 2AC² പ്ലസ് BC² ഡിവൈഡ് ബൈ 2 വരും. ആ 2 ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2AB² ഈക്വൽ ടു 2AC² പ്ലസ് BC². അതായത് ഇത് മനസ്സിലാവുന്നില്ല, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, 2AC² പ്ലസ് BC² ഡിവൈഡ് ബൈ 2 ഉണ്ടാവും. ആ 2 ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2AB² ഈക്വൽ ടു 2AC² പ്ലസ് BC². ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ അത്രയേ ഓർമ്മിക്കേണ്ടതുള്ളൂ. ആദ്യം ADB എന്നുള്ള ട്രയാങ്കിൾ എടുത്ത് അതിൽ AB² എന്ന് പറയുന്നത് AD² പ്ലസ് DB² എന്ന് കിട്ടി. അതുപോലെ ഇവിടെ AD² ഇപ്പം ACD എന്നുള്ള ട്രയാങ്കിളിൽ AD² എന്ന് പറഞ്ഞാൽ AC² മൈനസ് CD² ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ CD യും DB യും മാറ്റും. CD എന്ന് പറയുന്നത് 1/4 BC യും BD എന്ന് പറയുന്നത് 3/4 BC യും ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഷോർട്ടാക്കി കൊണ്ടുവരുമ്പോൾ 2AB² ഈക്വൽ ടു 2AC² പ്ലസ് BC² എന്ന് കിട്ടും. ഇതും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. 15th ക്വസ്റ്റ്യൻ, ഇതും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ABC, D is a point on BC such that, ഒരു ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ABC ആണ്, അതിൽ D is a point on BC such that BD ഈക്വൽ ടു 1/3 BC ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. BD എന്ന് പറയുന്നത് 1/3 BC ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 9AD² ഈക്വൽ ടു 7AB² എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ABC എന്നുള്ളത് ഒരു ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഗിവൺ എങ്ങനെ എഴുതാം, അതായത് ഈക്വലേറ്റഡ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഗിവൺ AB ഈക്വൽ ടു BC ഈക്വൽ ടു CA, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ BD ഈക്വൽ ടു 1/3 BC എന്നും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ടു പ്രൂവ് 9AD² ഈക്വൽ ടു 7AB² എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതിനു വേണ്ടി ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് കൺസ്ട്രക്ഷൻ ഡ്രോ AE പെർപെൻഡിക്കുലർ ടു BC. BCക്ക് പെർപെൻഡിക്കുലർ, D ഒരു പോയിന്റ് ആണ്, അത് 1/3 BC ആയതുകൊണ്ട് D ഇങ്ങോട്ടുള്ള പോയിന്റ് ആണ്. നമ്മൾ ഇവിടെ പെർപെൻഡിക്കുലർ വരയുന്നു, AE പെർപെൻഡിക്കുലർ ടു BC എന്നുള്ളത് വരഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പ്രൂഫിൽ ഈ രണ്ട് ട്രയാങ്കിൾ ABE യും AC ഇവിടെ പെർപെൻഡിക്കുലർ വരണതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ ഈ ട്രയാങ്കിൾ ABE ആൻഡ് അതായത് BE ഈക്വൽ ടു EC ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യും, ട്രയാങ്കിൾ ABE ആൻഡ് ട്രയാങ്കിൾ
ACE ഈ രണ്ട് ട്രയാങ്കിളിലും നമുക്ക് ഏതൊക്കെ സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്? AB ഈക്വൽ ടു AC ആണ്. അതുപോലെ AE ഈക്വൽ ടു AE രണ്ട് ട്രയാങ്കിളിലും കോമൺ ആണ്. പിന്നെ എന്തൊക്കെ പറയാം നമുക്ക്? ആംഗിൾ, അതായത് ആംഗിൾ AEB, ആംഗിൾ AEB ഈക്വൽ ടു ആംഗിൾ AEC. ഈ രണ്ട് ട്രയാങ്കിളും 90 ഡിഗ്രി ആണ് ആംഗിൾ. അതായത് AEBയും AEC പെർപെൻഡിക്കുലർ ആണല്ലോ നമ്മൾ വരഞ്ഞത്. അപ്പൊ ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രി. ദെയർഫോർ ബൈ RHS കോൺഗ്രുവൻസി റൂൾ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ABE കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ACE ആണ്. RHS കോൺഗ്രുവൻസി റൂൾ. ദെയർഫോർ BE ഈക്വൽ ടു EC എന്ന് കിട്ടി. BE ഈക്വൽ ടു EC എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് BE എങ്ങനെ എഴുതാം? BE എന്ന് പറയുന്നത് therefore BE ഈക്വൽ ടു ഹാഫ് ഓഫ് BC എന്ന് എഴുതാം. കാരണം ബിയും BCയും ആഡ് ചെയ്താലാണ് നമുക്ക് BC, അതായത് BE പ്ലസ് EC ആണ് BC. അപ്പോൾ BC എന്നുള്ളത് നമുക്ക്, അതായത് BE എന്ന് പറയുന്നത് ഹാഫ് ഓഫ് BC എന്ന് പറയാൻ കഴിയും. ഇത് രണ്ടും ഈക്വൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RHS കോൺഗ്രുവൻസി റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്തത്. അപ്പോൾ ഇത് CPCT ആണ്. അങ്ങനെയാണെങ്കിൽ BE ഈക്വൽ ടു ഹാഫ് ഓഫ് BC എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ചെറിയ ട്രയാങ്കിൾ, അതായത് ADE, ഈ ട്രയാങ്കിൾ ADEയിൽ നമുക്ക് എങ്ങനെ പറയാം? AD സ്ക്വയർ ഈക്വൽ ടു, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. AD സ്ക്വയർ ഈക്വൽ ടു 9AD സ്ക്വയർ ഈക്വൽ ടു 7AB സ്ക്വയർ. അപ്പോൾ AD സ്ക്വയർ ഈക്വൽ ടു AE സ്ക്വയർ പ്ലസ് DE സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ABE എന്നുള്ള ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ ABEയിൽ എങ്ങനെ എഴുതാം നമുക്ക്? അതായത് AE സ്ക്വയർ എന്ന് പറയുന്നത് AB സ്ക്വയർ മൈനസ് BE സ്ക്വയർ ആണ്. അതായത് നമ്മൾ ആദ്യം ADE എന്നുള്ള ട്രയാങ്കിൾ എടുത്തു. അതിൽ AD സ്ക്വയർ എന്ന് പറയുന്നത് AE സ്ക്വയർ പ്ലസ് BE സ്ക്വയർ എഴുതി. അതിനുശേഷം നമ്മൾ ABE എന്നുള്ളതിന്റെ ട്രയാങ്കിൾ എടുത്തു. അതിൽ നമ്മൾ AE സ്ക്വയർ എന്ന് പറയുന്നത് AB സ്ക്വയർ മൈനസ് BE സ്ക്വയർ. ഇനി ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ AD സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ മൈനസ് BE സ്ക്വയർ പ്ലസ് DE സ്ക്വയർ ആയി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി ഇതില് അതായത് BE എന്നുള്ളതും DE എന്നുള്ളതും നമുക്കില്ല. 9AD സ്ക്വയർ ഈക്വൽ ടു 7AB സ്ക്വയർ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ AD സ്ക്വയർ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ BE എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? BE എന്ന് പറയുന്നത് ഇവിടെ BE ഈക്വൽ ടു, അതായത് BE ഈക്വൽ ടു ഹാഫ് ഓഫ് BC ആണ് നമുക്കറിയാം. അതുപോലെ DE, ഇനി DE എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? DE എന്ന് പറയുന്നത് BE മൈനസ് BD. DE ഈക്വൽ ടു BE മൈനസ് BD ആണ്. BE മൈനസ് BD. അപ്പോൾ ഇവിടെ BD എന്ന് പറയുന്നത് എന്താണ്? 1/3 BC ആണ്. അതുപോലെ BE എന്ന് പറയുന്നത് 1/2 BC ആണ്. 1/2 BC മൈനസ് 1/3 BC. ഇതിനെ നമുക്ക് ഇനി LCM എടുക്കാം. 6 LCM. അപ്പോൾ ഇവിടെ 3 BC മൈനസ് 2 BC BC ബൈ 6 ആണ് എന്ത്? DE എന്നുള്ളത്. BC ബൈ 6 കിട്ടി. അതുപോലെ DU നമ്മൾ കണ്ടുപിടിച്ചു. B അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. അതായത് AD സ്ക്വയർ ഈക്വൽ ടു എന്താണ് നമ്മുടെ ഇക്വേഷൻ? AB സ്ക്വയർ മൈനസ് BE സ്ക്വയർ പ്ലസ് DE സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഇതിൽ നമ്മൾ മാറ്റിക്കൊടുക്കും. അതായത് AB സ്ക്വയർ മൈനസ് ഇവിടെ ഹാഫ് BC സ്ക്വയർ പ്ലസ് DE എന്ന് പറയുന്നത് BC ബൈ 6 സ്ക്വയർ. ഇനി ഇവിടെ നമ്മൾ ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ആണ്. ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? AB സ്ക്വയർ മൈനസ് BC എന്നുള്ളത് AB എന്ന് തന്നെ നമുക്ക് എഴുതാൻ കഴിയും. അതായത് AB ഈക്വൽ ടു BC ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 1/4 AB സ്ക്വയർ, അതുപോലെ ഇവിടെ AB സ്ക്വയർ ബൈ 36 എന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ ഇനി എന്ത് ചെയ്യുക? 36 LCM എടുക്കുമ്പോൾ ഇവിടെ 36 AB സ്ക്വയർ മൈനസ് ഇതിൽ 4 ഉണ്ട്. അപ്പൊ 9 AB സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ഡിവൈഡ് ബൈ 36 എന്നാണ്. അപ്പോൾ ഇവിടെ
37. 37 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 28 AB² ബൈ 36. ഇതാണ് എന്ത് നമുക്ക് AD² എന്ന് കിട്ടുന്നത്. അപ്പൊ AD² ഇതിനെ ഷോർട്ട് ആക്കുന്ന സമയത്ത് അതായത് രണ്ടിലും 4 കോമൺ ആയിട്ടുണ്ട്. 7/9 AB² എന്ന് കിട്ടി. അതായത് AD² ഈക്വൽ ടു 7/9 AB². ഈ 9 ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ 9 AD² ഈക്വൽ ടു 7 AB². ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ABC ഒരു ഈക്വലേറ്റഡ് ട്രയാങ്കിൾ എന്ന് തന്നിട്ടുണ്ട്. ABC ഈക്വലേറ്റഡ് ട്രയാങ്കിൾ D is a point on BC such that BD equal to 1/3 BC എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കൺസ്ട്രക്ഷൻ A പെർപെൻഡിക്കുലർ ടു BC വരണം. അതിനുശേഷം BE ഈക്വൽ ടു EC കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ രണ്ട് ട്രയാങ്കിൾ അതായത് ABയും AECയും കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. കോൺഗ്രന്റ് ആണെങ്കിൽ നമുക്ക് BE ഈക്വൽ ടു EC എന്നുള്ളത് കിട്ടും. BE ഈക്വൽ ടു EC കിട്ടിക്കഴിഞ്ഞാൽ B എന്നുള്ളത് നമുക്ക് ഹാഫ് ഓഫ് BC എന്ന് എഴുതാൻ കഴിയും. അതിനുശേഷം നമ്മൾ ഈ ട്രയാങ്കിൾ ADE എന്ത് പറയുന്നു? AD² ഈക്വൽ ടു AE² പ്ലസ് DE² എടുത്ത് അതുപോലെ ABE എന്നുള്ള ട്രയാങ്കിളിൽ AB² മൈനസ് DE² ആയി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഷോർട്ട് ആക്കി കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ AD² ഈക്വൽ ടു AB² മൈനസ് BE² പ്ലസ് DE² എന്ന് കിട്ടും. ഇവിടെ B എന്ന് പറയുന്നത് ഹാഫ് ഓഫ് BC ആണ്. D എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. D എന്ന് പറയുന്നത് BE മൈനസ് BD ആണ്. BE മൈനസ് BD. B എത്രയായിരുന്നു? 1/2 BC. BD എന്ന് പറയുന്നത് നമുക്ക് ഗിവൺ ആണ് 1/3 BC. അപ്പൊ അതിന് LCM എടുക്കുമ്പോൾ BC/6 എന്ന് കിട്ടും. പിന്നെ ആ രണ്ട് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് BC ABക്ക് ഈക്വൽ ആണ്. അപ്പൊ AB എന്നുള്ള വാല്യൂ അതിൽ കൊടുത്തു. പിന്നെ LCM എടുത്തിട്ട് ഷോർട്ട് ആക്കി കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ 9 AD² ഈക്വൽ ടു 7 AB² എന്ന് കിട്ടും. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.